അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ഇല്ലിക്കൽ കല്ല്. 4000 അടി ഉയരത്തിൽ 3 പാറക്കൂട്ടങ്ങളായിട്ടാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ പോകുന്നത് കല്ലിൻ്റെ മുകളിലേക്കല്ല, മറിച്ച് ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടി പ്രകൃതി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതിലേക്കാണ്. ഇവിടേക്കുള്ള റോഡ് അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. ചില ഭാഗത്തൊക്കെ ഡ്രൈവർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും മേലെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാ സങ്കടവും മാറി കേട്ടോ. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ടും കോട്ടയം DTPCയുടെ നിയന്ത്രണത്തിലാണ്. മേലെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ വാഹനങ്ങളും ആളുകളൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് KSRTCയുടെ ഒരു ഉല്ലാസയാത്ര ബസ്സാണ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് എത്താൻ കഴിയുന്ന ലാസ്റ്റ് പോയിന്റ്. ഇവിടെ ഒരു ബാരിക്കേഡ് എല്ലാം സ്ഥാപിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മേലോട്ട് DTPC അറേഞ്ച് ചെയ്യുന്ന ജീപ്പിൽ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കൂ. പിന്നെ ഇവിടെ ഒരു പെട്ടിക്കടയെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ DTPCയുടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ചെറിയ ഒരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് മേലേക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ വാഹനം മേലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കഷ്ടിച്ചൊരു 1.5 കിലോമീറ്റർ മാത്രമാണ് മേലേക്കുള്ളത്. ഈ ജീപ്പിന് പോകുക എന്നുള്ളത് ഒരു ഓപ്ഷണലായ കാര്യം മാത്രമാണ്. സമയവും സാവകാശവും ഒക്കെ ഉള്ളവരാണെങ്കിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ നടക്കുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഫോട്ടോസ് കണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ എത്തിച്ചേർന്നത് ഫ്രണ്ട് സൈഡിലൂടെയാണ്. എന്തായാലും കല്ലിൻ്റെ തൊട്ട് താഴെ വരെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയും കുറച്ച് കടകളൊക്കെ കാണുന്നുണ്ട്. വേനൽക്കാലം ആണെങ്കിലും നല്ല പച്ച പിടിച്ച ഒരു അന്തരീക്ഷമാണ്. മലകളും കാടും ഒക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ കാഴ്ച. പാറയുടെ ഒരു ഭാഗം അടർന്നു വീണ് ബാക്കി ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിലുള്ള പാറകളെ കൂനൻ കല്ല് എന്നും കൂടക്കല്ല് എന്നുമൊക്കെ ആയിട്ട് ആളുകൾ പേരിട്ട് വിളിക്കുന്നുണ്ട്. ചുറ്റും നോക്കിയാൽ കാണുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ്. വിശാലമായിട്ട് പരന്നു കിടക്കുന്ന മലകളും താഴ്വരകളുമാണ്. കോട്ടയത്തിൻ്റെ സ്വന്തം ആറായ മീനച്ചിലാറ് ഈ ഇല്ലിക്കൽ കല്ല് ഏരിയയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നീലക്കൊടുവേലി എന്ന അത്ഭുത സസ്യം ഇല്ലിക്കൽ കല്ല് ഭാഗത്തുണ്ട് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. പക്ഷേ അത് കണ്ട ആളുകളുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റാൻ കഴിയുന്ന അത്ഭുത സസ്യം എന്നൊക്കെയാണ് ഈ നീലക്കൊടുവേലിയെക്കുറിച്ച് പ്രചരിക്കുന്ന കഥകൾ. ഇവിടെ നിന്ന് 14 കിലോമീറ്ററാണ് ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ളത്. ഈ 2 കേന്ദ്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് റോപ്പ് വേ നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും കോട്ടയം ജില്ലയിലെ ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനാണ് ഇല്ലിക്കൽ കല്ല്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഉണ്ട്. കട്ടിക്കയം, കണ്ണാടിപ്പാറ, ഇലവീഴ പൂഞ്ചിറ, മാർമല, അയ്യമ്പാറ ഇവയൊക്കെ ഒരു 15 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടേക്കുള്ള എൻട്രി സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്.